ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഹസ്നുൽ ബസ്രി എന്ന ദാർശനികൻ പകൽ നേരത്ത് കത്തിച്ച് വിളക്കുമായി നടക്കുന്ന ഒരു കുട്ടിയെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ് നീ വെളിച്ചം കൊണ്ടുവരുന്നത്? ഉടനെ കുട്ടി വിളക്ക് ഊതിക്കെടുത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ എവിടേക്കാണ് വെളിച്ചം പോയത്? വലിയൊരു അറിവിലേക്ക് കണ്ണും തുറന്ന് ഹൃദയവും തുറന്ന് എൻലൈറ്റൻഡായിട്ട് ഈ ദാർശനികൻ അങ്ങനെ നിന്നത്രേ. അയാളുടെ ഉള്ളിൽ യഥാർത്ഥ സൂര്യോദയം അങ്ങനെ ഉണ്ടായി. ചില എൻകൗണ്ടറുകൾ, കണ്ടുമുട്ടലുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിക്കളയും. ഇങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചിന്തകളുമായിട്ട് നടന്ന അലഞ്ഞു തിരിഞ്ഞ കുറേ അവധൂതർ, അവരെ നമ്മൾ മിസ്റ്റിക്കുകൾ എന്ന് വിളിക്കുന്നു. ഈ മിസ്റ്റിക്കുകളുടെ കുറേ നുറുങ്ങ് കഥകളുടെ സമാഹരണം മിസ്റ്റിക് കഥകൾ എന്ന പേരിൽ ഇത് സമാഹരിച്ചിരിക്കുന്നത് നദീം നൗഷാദ്. ഇതിലെ ഓരോ കഥയും ഓരോ ധ്യാനാനുഭവത്തിലേക്ക്, ആനന്ദാനുഭൂതിയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു, ഉണർത്തുന്നു, നമ്മെ ചിലപ്പോൾ അസ്വസ്ഥമാക്കുന്നു. മുല്ല പാതിര നേരത്ത് തെരുവിലുള്ള അലഞ്ഞു നടക്കുകയാണ്. രാജഭടന്മാർ അയാളെ പിടികൂടി. പാതിര നേരത്ത് എവിടെ പോകുന്നു? ഇയാൾ പറഞ്ഞു, ഉറക്കത്തിനിടയിൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഈ ഉറക്കം എവിടെ പോയെന്ന് കണ്ടെത്താൻ വേണ്ടി ഞാൻ നടക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ ഉറക്കം കണ്ടെത്താൻ വേണ്ടി ഞാൻ അലഞ്ഞു നടക്കുകയാണ്. നമുക്കിതുപോലെ ഒരു അലഞ്ഞു നടക്കൽ ആവശ്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഉണർവ് കണ്ടെത്താനുള്ള ഒരു നടത്ത. എവിടെ വെച്ചാണ് ജീവിതത്തിൻ്റെ ഉണർവ് പോയത്? ആരൊക്കെയോ പറയുന്നത് ഹാഫ് അവെയ്ക്ക് ഹാഫ് എ സ്ലീപ്പ് എന്ന അവസ്ഥയാണ് നമുക്ക്. അതായത് ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ഒരു ചതഞ്ഞ കെട്ടടങ്ങുന്ന ഒരവസ്ഥ. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ചതഞ്ഞ് കെട്ടടങ്ങി കിടക്കുന്നൊരവസ്ഥ. ഈ അവസ്ഥയെ ജീവിതം എന്ന് വിളിച്ചുകൂടാ. എവിടെ വെച്ചാണ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഉണർവ് പോയത്? പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഉണർവ് എനിക്കെപ്പോൾ നഷ്ടപ്പെട്ടു പോയി? എവിടെ വെച്ചാണ് ഒരു സമഗ്ര ജീവിതത്തിൻ്റെ ഉണർവ് എൻ്റെ കയ്യിൽ നിന്നും ചോർന്നു പോയത്? ആ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതം സുന്ദരമായി മാറും. അപ്പോൾ ഉണർവ് തരുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിലാണ് ഈ പുസ്തകവും ഇരിക്കുക. ജീവിതത്തിലെ ചില നിയോഗങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കാറ്റായി നമ്മൾ മാറുന്നു. വളരെ സുന്ദരമായ ഇതിലൊരു കഥ. അരുവി ഇങ്ങനെ പർവ്വതത്തിൽ നിന്നും താഴേക്കിറങ്ങി താഴ്വാരത്തിലൂടെ ഒഴുകി പിന്നെ മരുഭൂമിയിൽ എത്തിച്ചേരുന്നു. മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുന്നത് ക്ലേശകരമാണ്. അരുവി വിലപിക്കാൻ തുടങ്ങുന്നു. എനിക്ക് കാറ്റിനെ പോലെ ഈ മരുഭൂമി കടക്കാനാവില്ല. കാരണം കാറ്റിന് മരുഭൂമിക്കപ്പുറത്തേക്ക് പറന്നുയരാം. പക്ഷേ ഞാൻ ഒഴുകി തുടങ്ങുമ്പോഴേക്കും മരുഭൂമി എന്നെ കുടിച്ചു തീർക്കും. പിന്നെ അപ്പുറത്ത് എത്തിച്ചേരാൻ പറ്റുകയില്ല. ഒരു അശരീരി ഉണ്ടായി. നിനക്ക് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നിന്നെ സ്വയം നഷ്ടപ്പെടാൻ നീ അനുവദിക്കുക. നീ കാറ്റിന് നിന്നെ തന്നെ സമർപ്പിക്കുക. അപ്പം അഹന്തയുള്ള അരുവി പറഞ്ഞു, അതെങ്ങനെ സംഭവിക്കും? ഞാൻ എങ്ങനെയാണ് എന്നെ തന്നെ കാറ്റിന് വിട്ടുകൊടുക്കുക? ആ ശരീരസ്വരം പറഞ്ഞു, അതല്ലെങ്കിൽ നീ മരുഭൂമിയിൽ ഇല്ലാതാവും. കാറ്റ് മറുകരയിലേക്ക് പറക്കുമ്പോൾ നീ കാറ്റിന് സ്വയം സമർപ്പിക്കുക. നിന്നെ തന്നെ വെടിയുന്നതിൻ്റെ സുഖം നീ അനുഭവിക്കുക. അങ്ങനെ നീ നീരാവിയായി മാറും. നീരാവിയായി നീ കാറ്റിനൊപ്പം സഞ്ചരിക്കും. മരുഭൂമിക്കും അപ്പുറത്തേക്ക് പോയി നീ പിന്നെ മഴയായി താഴേക്ക് പെയ്തിറങ്ങും. പിന്നെ വീണ്ടും നീ അരുവിയായി കടലിലേക്ക് ഒഴുകിയിറങ്ങും. മെല്ലെ അരുവി സമ്മതിക്കുന്നു. അരുവി കാറ്റിന് തന്നെ വിട്ടുകൊടുത്തു. കാറ്റ് സ്നേഹത്തോടുകൂടി അരുവിയെ പുണർന്നു, നെഞ്ചോട് ചേർത്തു, പിന്നെ ഉയർന്നു പറന്നു. നീരാവിയായി മാറിയ ഈ അരുവി പിന്നെ മഴയായി താഴേക്കിറങ്ങി ദൈവത്തിൻ്റെ കരുണ പോലെ, പിന്നെ ദൈവത്തിൻ്റെ വരപ്പുഴ പോലെ അത് മാറുന്നു, താഴേക്കൊഴുകുന്നു കടലിലേക്ക്. എല്ലാവരുടെയും നിയോഗം ഇതൊക്കെ തന്നെയാണ്.
ദൈവത്തിൻ്റെ കാറ്റിന് മുമ്പിൽ സ്വയം അങ്ങ് സറണ്ടർ ചെയ്യുക. ദൈവത്തിൻ്റെ കാറ്റ് എങ്ങോട്ടെങ്കിലും എടുത്തുകൊള്ളട്ടെ. എന്നിട്ട് നിങ്ങളുടെ ഈ ഇത്തിരി വട്ടത്തിൽ നിന്നും ഉയർത്തപ്പെട്ട അവസ്ഥയിൽ നിങ്ങളൊരു വലിയ മഴയായി മാറുകയാണ്. ഒരു സമൂഹത്തെ, സമതലത്തെ മുഴുവൻ ഹരിതാപമാക്കി മാറ്റുന്നു. പിന്നെ നിങ്ങൾ കടലിലേക്ക് പോവുകയാണ്. കടലിലേക്ക് നിങ്ങൾ ചെന്ന് ചേർന്ന് കഴിയുമ്പോൾ നിങ്ങളും കടലും പിന്നെ ഒന്നാണ്. ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാവുന്നൊരവസ്ഥ. വെള്ളത്തിൽ എവിടെയാണ് വെള്ളമെന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ഞാൻ അലിഞ്ഞ് ചേരുകയാണ്. അങ്ങനെ അലിഞ്ഞ് ചേരുമ്പോൾ കൊച്ചു ത്രേസ്യ പറഞ്ഞതുപോലെ ഈ കടലിലേക്ക് ഒരിറ്റ് മഴത്തുള്ളി വന്ന് വീണതുപോലെ ഞാനും ഈശോയും ദിവ്യകാരുണ്യത്തിൽ അലിഞ്ഞ് ഒന്നായിത്തീരുന്നു. അങ്ങനൊരു മാറ്റം, ആ ഒരു മാറ്റമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് ചെറു കഥകളായി, മിസ്റ്റിക് കഥകളായിട്ട് നമ്മുടെ മുമ്പിൽ മെഴി തുറക്കപ്പെടുന്നത്. ആദ്യത്തെ ഒരു ചിന്ത, ജീവിതത്തിൽ എന്താ നമ്മുടെ ഓപ്ഷൻ? ഒരു ധനികൻ സന്യാസിക്ക് ഒരു കത്രിക, വിശിഷ്ട പണികളും അലങ്കാരപ്പണികളൊക്കെയുള്ള കത്രിക സമ്മാനമായിട്ട് കൊടുത്തു. ഗുരു ചോദിച്ചു, എന്തതിൻ്റെ ഉപയോഗം? എല്ലാം മുറിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുമിച്ചിരിക്കുന്നതിനൊക്കെ മുറിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ കടമ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാണട്ടെ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? കുറേ തുണി കൊടുത്തു, എല്ലാം മുറിച്ചു കത്രിക കൊണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഓഹോ, ഒരുമയോടെ ഇരുന്നതിനെ മുറിച്ച് മാറ്റുക, അതാണല്ലോ ഇതിൻ്റെ ധർമ്മം. പിന്നെ അദ്ദേഹം തന്നെ ശിഷ്യനോട് പറഞ്ഞു, സൂചിയും നൂലെടുത്തുകൊണ്ട് പോയാൽ. അദ്ദേഹം ആ സൂചിയും നൂലും കൊണ്ടുവന്ന് പണിപ്പെട്ട് മുറിച്ചതെല്ലാം തുന്നി ഒറ്റയാക്കി മാറ്റി. ഇദ്ദേഹം ഒരു പാഠം പറഞ്ഞു കൊടുത്തു ധനികനെ. എല്ലാവരെയും മുറിക്കുന്ന കത്രികയാകാനായിട്ട് എളുപ്പമാണ്, പക്ഷെ മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന സൂചിയും നൂലുമാകാൻ അത്ര എളുപ്പമല്ല. സത്യത്തിൽ ഒരുമിപ്പിക്കുന്ന ആളാകാൻ ശ്രമിക്കുക, മുറിച്ച് നീക്കുന്ന ആളാകാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ജീവിതത്തിലെ നല്ലൊരു സന്ദേശമാണ്. ദാമ്പത്യ ജീവിതത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുറിച്ചു മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ആളെ ജീവിതത്തിൽ മുറിച്ചു മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മയും ചെയ്ത മനുഷ്യരെയൊക്കെ മുറിച്ചു മാറ്റാൻ പറ്റും. പക്ഷെ മുറിച്ചു മാറ്റിയവരെ പിന്നീട് തുന്നിച്ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജന്മം തപസ്സിരുന്നാലും അത് മതിയാവില്ല. അങ്ങനെയാണെങ്കിൽ മുറിക്കുന്ന ആളാകണ്ട, ഒരുമിപ്പിക്കുന്ന ആളാകാം. അതിനൊരു പ്രാർത്ഥന വേണം, അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ സുഹൃതം വേണം. ഉണ്ടോ എന്ന ചോദ്യം ഉത്തരം വീണ്ടും പ്രിയപ്പെട്ടവരെ കണ്ടെത്തുക. മിസ്റ്റിക് കഥകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് സത്യത്തിൻ്റെ ഭാവമാണ്. സത്യം പറയുന്നവരാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുക. രാജസദസ്സിൽ വെച്ച് എന്താണ് സത്യം എന്നൊരു ചർച്ച നടക്കുകയാണ്. എല്ലാവരും സത്യത്തിന് നിർവചനങ്ങൾ നൽകി, ഒരുപാട് നിർവചനങ്ങൾ. രാജാവിനൊന്നും തൃപ്തി വന്നില്ല. മുല്ലയുടെ സമയമായി. മുല്ലയോട് ചോദിച്ചു, എന്താണ് സത്യം? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർ ജീവിതത്തിൽ ഒരിക്കലും പറയാത്തതും അവർ ഒരിക്കലും ഇനി പറയാൻ സാധ്യതയില്ലാത്തതുമായ കാര്യം, അതാണ് സത്യം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സത്യത്തിൻ്റെ പ്രവാചകരെന്ന് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പലപ്പോഴും അല്ലാത്തെന്തോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഒരിക്കലും പറയാത്തത് ഇനി പറയാൻ സാധ്യതയില്ലാത്തതുമായ കാര്യമായി സത്യം പരിണമിക്കുന്നുണ്ട്. പിന്നെ വലിച്ചു നീട്ടി നുണയെ സത്യമാക്കി അവതരിപ്പിക്കുന്ന രീതിയുമുണ്ട്. അങ്ങനെയുള്ളിടത്ത് നേരിൻ്റെ ഇത്തിരി വെട്ടത്തിന് വേണ്ടി സീക്കേഴ്സായി മാറുക, അന്വേഷകരായി മാറുക. സത്യം സ്വതന്ത്രരാക്കുന്നുള്ളതാണ് ഈശോ പറയുന്നത്. സത്യമാണ് എൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് എന്ന് ഗാന്ധി എഴുതി. അങ്ങനെ സത്യം കൊണ്ട് നിർവചിക്കപ്പെടുന്നവരാകാൻ, സ്വതന്ത്രരാക്കപ്പെടുന്നവരാകാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുക. അത് തന്നെയല്ലേ ജീവിതത്തിൻ്റെ കർത്തം എന്ന് പറയുന്നത്. ഈ ജീവിതകാലം മുഴുവൻ ഒരുപാട് നുണ പറഞ്ഞ്, ഒരുപാട് മറച്ചു വെക്കാൻ ശ്രമിച്ച്, പിന്നെ മറച്ചു വെക്കുന്നത് പുറത്തു വരുമോ എന്നുള്ള പേടിയോടുകൂടി പെടാപ്പാട് പെട്ട് ജീവിതത്തെ ദുരിതമാക്കി മാറ്റുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് ഇന്ന് മുതൽ സത്യം പറഞ്ഞു തുടങ്ങുക എന്നുള്ളത്. നേരിൻ്റെ നാവായി ജീവിക്കുന്നതിന് വല്ലാത്തൊരു സുഖമുണ്ട്. ദൈവമേ, എനിക്കങ്ങനെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുമുള്ളത്. എങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന? അക്ബർ ചക്രവർത്തി നായാട്ടിന് പോയി. നായാട്ടിനിടയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ മറന്നില്ല. നിലത്ത് വലിയ പരവതാനിക്ക് വിരിച്ച് അദ്ദേഹം നിസ്കരിക്കുകയാണ്. ഭർത്താവിനെ കാണാതെ പോയ ഒരു സ്ത്രീ ഭർത്താവിനെ അന്വേഷിച്ച് വിവശയായി ഓടിപ്പോകുന്നതിനിടയിൽ ഈ നിലത്ത് കിടന്ന് നിസ്കരിക്കുന്ന അക്ബർ ചക്രവർത്തിയെ കണ്ടില്ല.
അയാളെ ഒന്ന് തട്ടിമറിച്ചിട്ടിട്ടാണ് അവൾ ഓടിപ്പോയത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഭർത്താവിനെ കണ്ടെത്തുകയും ചെയ്തു. ഭർത്താവിനെ കണ്ടെത്തിയ സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ചക്രവർത്തി ക്രുദ്ധനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്തുകൊണ്ട് എന്നെ തട്ടിക്കിട്ടു? ഞാൻ രാജാവാണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ? ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഈ പാവപ്പെട്ട ഇടയ സ്ത്രീ ഇദ്ദേഹത്തോട് വലിയൊരു കാര്യം പറഞ്ഞു കൊടുത്തു. രാജാവേ, ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചാണ് ഓടിയത്. എൻ്റെ കണ്ണിൽ, എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങ് എനിക്ക് തീർത്തും അപ്രധാനനായ വ്യക്തിയായിരുന്നു. എനിക്കെൻ്റെ ഭർത്താവിനെ കണ്ടെത്തണം. ആ ഓട്ടത്തിനിടയിൽ ഞാനിങ്ങനെ ഒരു അപരാധം ചെയ്തു പോയി, ക്ഷമിക്കുക. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് അങ്ങയുടെ ദൈവത്തെ അല്ലേ ധ്യാനിച്ച് നിലത്തിരുന്നത്? ആ ധ്യാനിച്ചിരുന്ന അങ്ങ് ആ ദൈവത്തിന് അലിഞ്ഞ് ഇല്ലാതാക്കുകയായിരുന്നില്ലേ വേണ്ടത്? അങ്ങ് എന്തുകൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞ ആ സമയത്ത്? ഈ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ചിന്താധാരകളെ മാറ്റിമറിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ജ്ഞാനിയായ ഒരുവനോട് ഇങ്ങനെ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് ജ്ഞാനത്തിൻ്റെ തികവുണ്ടാവും. ആ തികവ് അക്ബറിനും ഉണ്ടായിട്ടുണ്ടാകാം. ഒരു മഹാനായ സന്യാസി ധനികൻ്റെ മുമ്പിൽ ചെന്ന് വിട്ടുപോയി. ധനികൻ ഉടൻ തന്നെ 10,000 താലന്തുകളോ മറ്റോ സമ്മാനിച്ചു. ഇദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട, ഞാൻ യാചകനിൽ നിന്നും പണം സ്വീകരിക്കാറില്ല. അപ്പോൾ ധനികൻ പറഞ്ഞു, ഞാൻ യാചകനല്ല, ഞാൻ പണക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇനിയും എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? അയാൾ പറഞ്ഞു, തീർച്ചയായിട്ടും, എല്ലാവരെയും പോലെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണം തിരികെ എടുത്തുകൊള്ളുക. ഇപ്പോൾ കിട്ടിയതിൽ തൃപ്തിയില്ലാതെ ഇനിയും തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ പേരാണ് പിച്ചക്കാരൻ എന്നുള്ളത്. ജീവിതകാലം മുഴുവൻ എത്ര കിട്ടിയിട്ടും വീണ്ടും ആർത്തിക്കരം നീട്ടിപ്പിടിച്ച് പിച്ച ഇരുന്നു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ യാചിച്ച് ഞാനെന്ത് സമ്പാദിക്കാനാണ്? അതുകൊണ്ട് തിരികെ എടുത്തുകൊള്ളുക. യാചകനിൽ നിന്നും ഞാൻ ഒരു ദാനവും സ്വീകരിക്കാറില്ല. എന്നെ കേൾക്കുന്നവരെ വെറുതെ ഒന്ന് ചോദിച്ചു തുടങ്ങുക, നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? ഒരുപക്ഷെ ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞാൻ നല്ല ഒന്നാന്തരം പിച്ചക്കാരനാണ്, റവറൻറ്റ് ഫാദർ ബെഗർ എന്നൊക്കെ വിളിക്കേണ്ടി വരും. നിങ്ങൾ നല്ല ഒന്നാന്തരം മിസ്റ്റർ ബെഗറും മിസ്സിസ് ബെഗറും മിസ് ബെഗറും ഒക്കെ ആയിരിക്കാം. എത്രയൊക്കെ ആയാലും എത്രയൊക്കെ കിട്ടിയിട്ടും നമ്മളിപ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുത്ത് നടക്കുകയാണ്. കോടിക്കണക്കിന് സമ്പാദ്യം ഉണ്ട്. എന്നിട്ടും അടുത്ത ലോട്ടറി അടിച്ച് കുറച്ചുകൂടി പൈസ വരികയാണെങ്കിൽ, പുതിയൊരു കാർ കൂടി വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ, പുതിയൊരു വീട് കൂടി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ, ദൈവമേ എത്ര സുഖത്തോടു കൂടി ജീവിക്കാം. ഇനി കാറ് നിങ്ങൾ വാങ്ങിച്ചിട്ട് പുതിയ വീടിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന വഴിക്ക് ആ കാറ് എവിടെയെങ്കിലും മുട്ടിത്തട്ടി നിങ്ങൾ ചത്തുപോയാലോ? അങ്ങനെ ചത്തുപോയി കഴിയുമ്പോൾ ഇതുവരെ ഓടിയതൊക്കെ എന്തിനായിരുന്നു? ഇതുവരെ നേടിയത് എന്തിനായിരുന്നു? ഇതൊന്നും സ്വന്തമല്ലാതെ വരും. അതുകൊണ്ട് ചോദിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും വല്ലാത്ത ബെഗ്ഗിംഗ് ആണോ, സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് ബെഗ്ഗിംഗ് നടത്തി ജീവിക്കുന്ന വ്യക്തികളാണോ എന്ന് സ്വയം ഒന്ന് ചോദിക്കുക. ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് മെച്ചപ്പെടുത്തും. ഞാനിങ്ങനെ ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടും അധികമൊന്നും മെച്ചപ്പെട്ടിട്ടില്ലെങ്കിലും മെച്ചപ്പെടും എന്നെങ്കിലും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഒരാൾ, ധനികൻ തന്നെ, ഒരു സന്യാസിക്ക് ഒരു നാണയം കൊടുത്തു, ഇതെടുത്തുകൊള്ളുക. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നാണയം വേണ്ട, കാരണം എൻ്റെ കയ്യിലൊരു നാണയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ, ഈ നാണയം ഒരു നാണയമല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യാനാണ്, അത് തീർന്നു പോകില്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ ഒരു നാണയം തീരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം തീരുകയില്ല എന്ന് ഉറപ്പ് താങ്കൾ നൽകുകയാണെങ്കിൽ ഞാൻ താങ്കൾ തരുന്നതൊക്കെ സ്വീകരിക്കാം. ഞാൻ ആർക്കും ഉറപ്പ് തരാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ഞാൻ എഴുന്നേറ്റ് നടക്കും മുമ്പേ ഒരുപക്ഷെ വീണു മരിച്ചേക്കാം, ആർക്കറിയാം? എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അടുത്തൊരു നിമിഷത്തെ നിർവചിക്കാൻ പറ്റുമോ? പറ്റില്ല. അടുത്ത നിമിഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവന് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. പേടിയോടുകൂടിയാണോ ഈ ചോദ്യം ചോദിക്കേണ്ടത്? അല്ല, യാഥാർത്ഥ്യബോധത്തോടു കൂടി. അടുത്ത ഒരു നിമിഷത്തിൻ്റെ കഥ പോലും പറഞ്ഞ് മനസ്സിലാക്കുവാനോ കേട്ട് മനസ്സിലാക്കാനോ പറ്റാത്ത നമ്മൾ 1000 വർഷങ്ങളെക്കുറിച്ചുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് നടത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ജീവിതത്തെ ഇത്രയ്ക്കങ്ങ് സീരിയസ് ആക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇത്രയ്ക്കങ്ങ് കോമ്പറ്റീഷൻ ജീവിതത്തിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? കുറച്ചും കൂടി ജീവിതത്തെ ജീവിതമായി പുലുകിക്കൊണ്ട് സിമ്പിളായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായി ജീവിക്കുന്നതിന് അതിനും വേണം ഒരു അനുഗ്രഹം. ആ അനുഗ്രഹമുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക.
പിന്നെ പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്ന ഒരുതരം ദുരഭിമാനത്തോടു കൂടിയാണ്. അതിപ്പോൾ ആത്മീയതയുടെ നിറകുടങ്ങളെന്ന് സ്വയം അഭിമാനിക്കുന്ന വ്യക്തികൾക്ക് പോലും അവരുടെ ആത്മീയമായ കപ്പാസിറ്റിയെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്ത മുഴുവൻ. ഈ കപ്പാസിറ്റി ഒരു ഗിമിക്കല്ലേ? ഇതിനെക്കുറിച്ച് വീമ്പ് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഞാൻ തൊട്ട് കഴിഞ്ഞപ്പോൾ ഇത്ര ആളുകളുടെ രോഗം മാറി എന്നൊക്കെ പറയുന്നത് വെറും അഹങ്കാരമാണ്. അത് ഇയാൾ തൊട്ടത് കൊണ്ടല്ല, ഇയാളുടെ കരം ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി എളിമയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു. റാബിയായും ഹസനും തമ്മിൽ സംസാരിക്കുകയാണ്. ഹസൻ അല്പം അഹങ്കാരത്തോട് പറഞ്ഞു, എനിക്ക് പുഴയുടെ മീതെ നടക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ട്, നിനക്കും ഉണ്ടല്ലോ ആ കപ്പാസിറ്റി, നമുക്ക് രണ്ടുപേർക്കും പുഴയുടെ മീതെ ഇരുന്നു കൊണ്ട് സംസാരിക്കാം. അപ്പോൾ റാബിയ പുഴയിൽ നിന്ന് മെല്ലെ ആകാശത്തേക്ക് പറന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ആകാശത്ത് പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ ആകാശത്തേക്ക് പറന്നു വരിക, നമുക്ക് ആകാശത്ത് ഇരുന്ന് സംസാരിക്കാം. ഹസൻ പറഞ്ഞു, അയ്യോ ആ കപ്പാസിറ്റി എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ റാബിയ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഹസൻ, ഈ പുഴയിലൂടെ നീന്താൻ അല്ലെങ്കിൽ പുഴയിലൂടെ സഞ്ചരിക്കാൻ വെറും ഒരു മത്സ്യത്തിന് സാധിക്കും. പിന്നെ ആകാശത്ത് പറക്കാനുള്ള എൻ്റെ കപ്പാസിറ്റി വെറും ഒരു പറവക്ക് സാധിക്കും. ഇനി പുഴ നീന്തിക്കിടക്കാനായിട്ട് കടത്തുകാരൻ 2 രൂപ കൊടുത്താൽ മതി. അതിന് വലിയ സിദ്ധിയൊന്നും വേണ്ട. ഈ സിദ്ധിയൊക്കെ അഹങ്കാരത്തിൻ്റെ ചിഹ്നങ്ങളാണ്. നമുക്ക് വേണ്ടത് ആത്മജ്ഞാനമാണ്, ആത്മചൈതന്യമാണ്, അല്ലാതെ സിദ്ധികൾ കൂട്ടലല്ല. ശരിയല്ലേ? സിദ്ധികൾ കൂട്ടിയിട്ട് എന്താ കാര്യം? ആ വരം, ഈ വരം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ സംസാരിക്കുകയാണ്. തമ്പുരാൻ തന്ന വരം, ജീവിതം എന്ന വലിയ അത്ഭുത വരം, അതിനേക്കാൾ വലിയ വരങ്ങൾ ഇനി കിട്ടുമോ? ജീവിക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. അതൊരു മിറക്കിളാണ്, അതൊരു അത്ഭുതമാണ്. ആ അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കാനില്ല. അത് മനസ്സിലാക്കിയിട്ട് വലിയ വലിയ വരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കാതിരിക്കുക. പ്രവചനപരവും ഭാഷാപരവും ആളുകളെ ഇവിടെ ഉള്ളു കണ്ടറിഞ്ഞ് അതൊക്കെ കുത്തിപ്പൊക്കി പറഞ്ഞ് കുടുംബമൊക്കെ കുളമാക്കാനുള്ള വരവും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കാതിരിക്കുക. ദൈവം എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് പറയും, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയുടെ ഉപകരണം മാത്രമാണ്, നിൻ്റെ കയ്യിലെ പെൻസില് മാത്രം. മദർ തെരേസ അങ്ങനെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കൊച്ചു തെരേസയെ പോലെ നീ തട്ടിക്കളിക്കുന്ന വെറും ഒരു പന്താണ്, കുട്ടിപ്പന്താണ് ഞാൻ. നീ ഇങ്ങനെ തട്ടിക്കളിച്ചു എൻ്റെ ഈശോയെ, നീ ചിരിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുകയാണ്. പിന്നെ ആ കളി കണ്ടിട്ട് ആളുകൾ സന്തോഷിക്കുകയാണ്. അത് മതി കർത്താവേ, അത് മതി ജീവിതത്തിൽ, അത് മതി എന്ന് പറയാൻ കഴിയുന്ന ആളാണ് ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തനായ വ്യക്തി എന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ജീവിതം സുന്ദരമാണ്. ഒരാൾ തീർത്ഥാടനത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു സന്യാസി ഇദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് നിന്നു, ഇവിടെ എന്താ സംഭവിക്കുന്നു നോക്കാനായിട്ട്. ഈ തീർത്ഥാടനത്തിനൊരുങ്ങുന്ന ആളുടെ അടുത്തേക്ക് വേറൊരു കുടുംബനാഥൻ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? തീർത്ഥാടനത്തിന് പോകുന്നു. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? 200 ദിർഹം. ഈ കുടുംബനാഥൻ പറഞ്ഞു, ഞാൻ പാവപ്പെട്ട കുടുംബനാഥനാണ്, ആ 200 ദിർഹം എനിക്ക് തരിക, എന്നിട്ട് എൻ്റെ ചുറ്റിലുമായിട്ടൊരു 7 വട്ടം നടക്കുക, തീർത്ഥാടനമായി. പാവപ്പെട്ട ഒരുവന്, അർഹതയുള്ള ഒരുവന്, പറ്റിക്കുന്ന ഒരാളെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പണം നിങ്ങൾ തീർത്ഥാടന വഴിയിൽ നൽകുന്ന പണത്തെക്കാളും വിലയുള്ള പണമാണ്. ദൈവത്തെ കാണാനായിട്ട് തീർത്ഥാടന സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്വന്തം സഹോദരൻ്റെ കണ്ണിൽ, അവൻ്റെ കണ്ണീരിൽ, അവൻ്റെ ഹൃദയമിടിപ്പിൽ, അവൻ്റെ ചോരയിൽ, അതിലൊക്കെ ദൈവം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവന് വേണ്ടി ആ പണം കൊടുത്തിട്ട് അവന് ചുറ്റും കരുണയുടെ ഒരു പ്രദക്ഷിണം നടത്തുക. ദൈവമേ, ഓരോ ചുവടും പ്രദക്ഷിണമായി മാറുന്നു, ഓരോ നോട്ടവും അർച്ചനയായി മാറുന്നു, ഓരോ വാക്കും പ്രാർത്ഥനയായി മാറുന്നു, ഓരോ ചലനത്തിലും ദൈവികമായ ഏതോ സങ്കീർത്തനം വന്ന് നിറയുന്നു, ശ്രീകോവിലായി ഹൃദയം മാറുന്നു. ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യർ ദൈവത്തിൻ്റെ കരുണയോളം വളരുന്നത്. അങ്ങനെ വളരുന്നതിനെക്കുറിച്ച് കൂടി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുറച്ച് ചിന്തകൾ നമ്മളുടെ ഹൃദയത്തെ നിറക്കട്ടെ. ആ ചിന്തകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ശ്രമത്തിലൂടെ, ആഗ്രഹത്തിലൂടെ, പിന്നെ കരുണയിലൂടെ നമുക്കും ദൈവത്തെ കണ്ടെത്താം. ഈ മിസ്റ്റിക് കഥകൾ ഒരു മിസ്റ്റിക് തലത്തിലേക്ക് നമ്മെ നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സമാഹരണം നടത്തിയ നദീം നൗഷാദിനും നന്ദി പറയുന്നു. എന്നെ കേട്ടിരിക്കുന്ന
യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ പ്രിയപ്പെട്ട ചങ്ങാതി, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തോടൊപ്പം തന്നെ എന്നും നടക്കുക. നല്ല യാത്ര നേരുന്നു. ഭാവുകങ്ങൾ.